ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയുടെ ഗാർഡനിലേക്ക് രാത്രിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് സേതുമാധവൻ. സേതുമാധവൻ അവിടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ അവന്തിക ചോദിച്ചു, അച്ഛന്റെ ആഗ്രഹം പോലെ കുട്ടികളുടെ ചോറൂണ് വീട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ ഇവിടേക്ക് എല്ലാരെയും വിളിച്ചു വരുത്തിയത് എന്ന് അന്വേഷിച്ചു. അത് കേട്ടതും ഉടനെ സേതുമാധവൻ പറഞ്ഞു, അതെ, എന്റെ ആഗ്രഹം പോലെ കുട്ടികളുടെ പിറന്നാള് ചോറൂണ് ഈ വീട്ടിൽ വെച്ച് നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം നടത്തിയെങ്കിലും എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് നിങ്ങളോട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് എതിർപ്പുണ്ടാകും. എങ്കിലും എൻ്റെ ഈ ആഗ്രഹം, എൻ്റെ ജീവിതം അവസാനിക്കാറായി, മരിക്കാനായി തയ്യാറാകുന്ന എനിക്ക് എൻ്റെ അവസാന നിമിഷത്തെ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അരികിലേക്ക് എത്തി നന്ദൻ ചോദിച്ചു, അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? അച്ഛന്റെ ആഗ്രഹത്തിന് ഞങ്ങൾ എതിരൊന്നും നിന്നില്ലല്ലോ, പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു മുഖവരുടെ ആവശ്യം? അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ചിട്ട് ഈ ധനുഷുമായിട്ടുള്ള വിവാഹം അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതാണ് സ്നേഹ. എങ്കിലും അവളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്ത് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ, ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ തൊട്ടടുത്ത് അവരുണ്ടായിട്ടും അവരെ ക്ഷണിക്കാത്തത് അത് വലിയൊരു മോശം പ്രവൃത്തിയാണ്. അവരെ മനഃപൂർവ്വം അങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ളപ്പോ അവരെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതെ അവരെ ഒഴിച്ചു മാറ്റി നിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചോറൂണ് ചടങ്ങില് അവരെ കൂടി പങ്കെടുപ്പിക്കണം, അതിന് അവരെ കൂടി ക്ഷണിക്കണം എന്ന്, അതാണ് തന്റെ ആഗ്രഹമെന്ന് സേതുമാധവൻ അറിയിച്ചു. സേതുമാധവന്റെ ആ വാക്കുകൾ കേട്ട നന്ദൻ പറഞ്ഞു, അച്ഛന്റെ ആഗ്രഹം അനുസരിച്ചാണ്, ഒട്ടും ഇഷ്ടമല്ലാത്ത, ഇവിടെ നമ്മളെ എല്ലാവരെയും ചതിച്ച് നമ്മളെ എല്ലാവരെയും വഞ്ചിച്ച് അവനെ ഈ കുടുംബത്ത് കയറ്റരുത് എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അച്ഛന്റെ ആഗ്രഹത്തിനാണ് അവനെ ഇപ്പോൾ ഈ ഔട്ട് ഹൗസിൽ താമസിക്കാൻ പോലും അനുവദിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരെ ഈ വീട്ടിലേക്ക് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല അച്ഛാ. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ് എന്ന് നന്ദൻ അറിയിച്ചു. നമ്മളെ ചതിച്ച, നമ്മുടെ കുടുംബത്തെ തകർത്ത അവനെ ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ അനുവദിക്കില്ല എന്ന് നന്ദൻ അറിയിക്കുമ്പോൾ സച്ചിയും സന്ദീപും അതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചു. അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണ് അന്ന് ഞങ്ങൾ അവനോട് ക്ഷമിച്ചത്. എന്നാൽ ഇനിയും അവനെ ഈ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവില്ല അച്ഛാ. അതിന് ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടു നിന്ന ഉടനെ തന്നെ അരികിൽ നിന്ന് അർച്ചന ചോദിച്ചു, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? സത്യത്തിൽ അച്ഛന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അച്ഛന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൂടി നിങ്ങളൊന്ന് തിരിച്ചറിയണം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കൂടപ്പിറപ്പല്ലേ സ്നേഹ. അപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ്, ഒരു മംഗളകർമ്മം ഈ വീട്ടിൽ നടക്കുമ്പോ സ്നേഹയെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് മോശമല്ലേ? മാത്രമല്ല അച്ഛന്റെ സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും വലുത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോ, അച്ഛന്റെ ആരോഗ്യസ്ഥിതി വഷളാകുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനോടുള്ള സ്നേഹം ഞാൻ കാണുന്നതാണ്. അങ്ങനെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനു ശേഷം സ്നേഹം കാണിച്ചിട്ട് എന്താണ് കാര്യം? അച്ഛന്റെ ആരോഗ്യസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ നോക്കേണ്ടത് നമ്മൾ മക്കളുടെ കടമയല്ലേ? അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ സച്ചി ചോദിച്ചു, അർച്ചന, താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? താനും അച്ഛനെ പോലെ തുടങ്ങുകയാണോ? തന്റെ ആഗ്രഹം അവരെ ഈ വീട്ടിലേക്ക് കയറ്റണമെന്നാണോ? ആ ചതിയനായ ധനുഷിനെ ഈ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കണമെന്നാണോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, എനിക്കങ്ങനെ യാതൊരു അഭിപ്രായവും ഇല്ല സച്ചിയേട്ടാ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഞാൻ പറയുന്നുമില്ല. പിന്നെ എന്റെ ആഗ്രഹം ഒന്ന് മാത്രമാ, അച്ഛന്റെ മനസ്സ് വേദനിക്കരുത്, അച്ഛൻ സങ്കടപ്പെടാനിടയാകരുത്. അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛന്റെ മനസ്സിനുണ്ടാകുന്ന വേദന അത് താങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഒരു അപകട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർച്ചന സച്ചിയോടും നന്ദനോടും എല്ലാം അറിയിച്ചു. എല്ലാവരും അത് കേട്ടു നിൽക്കുമ്പോൾ ഉടനെ അർച്ചനയുടെ ആ വാക്കുകൾ കേട്ടപ്പോ നന്ദൻ പറഞ്ഞു, എന്തായാലും അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവരെ ക്ഷണിക്കാനൊന്നും ഞങ്ങൾ ആരും പോവില്ല, അത് തീർച്ച എന്ന് നന്ദൻ പറഞ്ഞു. ഉടനെ ഇത് കേട്ടു നിന്ന അർച്ചന പറഞ്ഞു, ശരി, നിങ്ങൾ ആരും പോകണ്ട, ഞാൻ പോയി ക്ഷണിക്കാം, ഇപ്പോൾ തന്നെ ഞാൻ അവരെ പോയി ക്ഷണിക്കാം എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, ഞാനും വരാം. അല്ല, ഞാനും കൂടെ വരാമെന്നാ പറഞ്ഞത് എന്ന് അവന്തിക പറഞ്ഞപ്പോ കേട്ടു നിന്ന സേതുമാധവൻ പറഞ്ഞു, അതെ, നിങ്ങൾ തന്നെയാണ് പോയി ക്ഷണിക്കേണ്ടത്. ഈ കുടുംബത്തെ മൂത്ത മരുമക്കളായ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അവരെ പോയി ക്ഷണിക്കേണ്ടത് എന്ന് സേതുമാധവൻ അറിയിച്ചു. അങ്ങനെ സേതുമാധവന്റെ വാക്കുകൾ കേട്ട് അച്ഛനെയും അവന്തികയും കൂടി ധനുഷിനെയും സ്നേഹയെയും ക്ഷണിക്കാനായി അവരുടെ റൂമിലേക്ക് ചെല്ലുന്നു.
ഔട്ട് ഹൗസിലേക്ക് അവർ കയറി ചെല്ലുമ്പോൾ അർച്ചനയെ അവന്തികയും കൂടി റൂമിലേക്ക് ചെല്ലുന്ന നേരത്ത് അവിടെ ധനുഷും സ്നേഹയും അവരുടെ മൊബൈലിൽ ഓരോന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവരും കൂടി അവിടേക്ക് എത്തിയത്. ഉടനെ പരിഹാസത്തോടെ സ്നേഹ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടി ഇവിടേക്ക് വന്നത്? ഇനി ഇവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാനാണോ ഇപ്പൊ ഈ വരവ് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, സ്നേഹ, നീ പരിഹസിക്കണ്ട, ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം നിന്നോട് പറയാനാണ്. അടുത്ത ദിവസം കുട്ടികളുടെ ചോറൂണെന്ന ചടങ്ങ് വീട്ടിൽ വെച്ച് നടത്തുന്നു. അതുകൊണ്ട് ആ ചടങ്ങിൽ ക്ഷണിക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയത്. നിങ്ങളെ ആ ചടങ്ങിൽ ക്ഷണിക്കണമെന്ന് അച്ഛനും പറഞ്ഞു. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വന്നിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടതും സ്നേഹ ചോദിച്ചു, അത് ശരി, അപ്പോ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നത്, അല്ലാതെ എന്റെ ഏട്ടന്മാർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങളെ അപമാനിച്ച് പറഞ്ഞയക്കാനല്ലേ? കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വന്നപ്പോഴുണ്ടായ അപമാനം അതിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവിനെ അംഗീകരിക്കാത്ത ആ വീട്ടിലേക്ക് എനിക്കും വരാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിന് വിലക്ക് ഏർപ്പെടുത്തിയ ആ വീട്ടിൽ ഞാനും വരുന്നില്ല എന്ന് സ്നേഹ അർച്ചനോട് അറിയിച്ചു. ഇത് കേട്ടും അർച്ചന പറഞ്ഞു, സ്നേഹെ, നിനക്ക് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവല്ലോ. അച്ഛന്റെ ആരോഗ്യസ്ഥിതിയും നിനക്ക് അറിയാവുന്നതല്ലേ? അതുകൊണ്ട് തന്നെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നീ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു, അതെ, ഞാൻ അച്ഛന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ എനിക്കും എന്റെ ഭർത്താവിനുണ്ടായ അപമാനം അത് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല എന്ന് സ്നേഹ അർച്ചനയോട് അറിയിക്കുന്നു. എല്ലാം കേട്ടു നിന്നതും ധനുഷ് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, സ്നേഹയെ ഈ ചടങ്ങിൽ ക്ഷണിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. സ്നേഹ അതിൽ പങ്കെടുക്കാൻ വരുന്നതിലും എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനായിട്ട് ഇനി ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും ഞാൻ അവിടേക്ക് വരുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല. പക്ഷേ സ്നേഹ അവിടെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തുകയും ചെയ്യും എന്ന് ധനുഷ് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം സ്നേഹ പറഞ്ഞു, അച്ഛന് അങ്ങനെ ഒരു നിർബന്ധമുണ്ടെങ്കിൽ, ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും ആരും ഉണ്ടാക്കില്ല എന്ന് അച്ഛൻ തന്നെ ഉറപ്പു തരണം. അതിന് അച്ഛൻ തന്നെ ഞങ്ങളെ വന്ന് ക്ഷണിക്കുകയും ചെയ്യണം, അല്ലാതെ ഞാൻ വരില്ല എന്ന് സ്നേഹ പറഞ്ഞു. ഉടനെ അർച്ചന ചോദിച്ചു, സ്നേഹേ, നീ അച്ഛനോട് പക വീട്ടുകയാണോ? അച്ഛനോടുള്ള ദേഷ്യം കാട്ടുകയാണോ നീ എന്ന് ചോദിച്ചപ്പോ ഉടനെ അർച്ചനയുടെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, ഞാൻ അച്ഛനോട് ദേഷ്യം കാണിച്ചതൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കൂ. അവിടെ എത്തിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സ്വഭാവം മാറുകയും അവർ ഞങ്ങളെ അപമാനിക്കുകയും ചെയ്യാ. ഇനിയിപ്പോ അത് സഹിച്ചു നിൽക്കാൻ എനിക്കാവില്ല എന്ന് സ്നേഹ അറിയിച്ചു. ഞാൻ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞ് അർച്ചന പോകുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്നിരുന്ന അവന്തിക ധനുഷിനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു. അവന്റെ ഒരു അഭിനയം, ഇത്ര വേഗം അവൻ അഭിനയിച്ച് തകർക്കുകയാണല്ലോ. എന്തായാലും അവൻ ചുളുവിൽ അങ്ങനെ നെല്ലിശ്ശേരിയിൽ കയറിക്കൂടുന്നതിനുള്ള പദ്ധതി ഒരുക്കി കഴിഞ്ഞു എന്ന് അവന്തിക മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നു. അതിനുശേഷം ധനുഷ് സ്നേഹയോട് ചോദിച്ചു, അല്ല സ്നേഹ, താൻ പറഞ്ഞത് ഒരല്പം കൂടിപ്പോയോ എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, ഇല്ല ധനുഷ്, ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ എന്തായാലും നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കാനായിട്ട് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. അച്ഛന് നമ്മൾ ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെ വന്ന് ക്ഷണിക്കട്ടെ, അല്ലാതെ നമ്മൾ പോകുന്നില്ല, ഇത് തീർച്ചയായെന്ന് സ്നേഹ ധനുഷിനോട് അറിയിച്ചു. അതിനുശേഷം എല്ലാ ചടങ്ങുകൾക്കും അവരെ ക്ഷണിക്കാനായി പോയിട്ട് അർച്ചന പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാവരും അറിയുന്നു. പിന്നീട് സന്ദീപ് ആതിരയോട് പറഞ്ഞു, ഇല്ല ആതിര, ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അവൻ ഈ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുടുംബത്തുള്ള എല്ലാവരെയും ചതിക്കുകയും എല്ലാവരെയും നാണം കെടുത്തുകയും ചെയ്ത അവൻ എല്ലാവരുടെയും മുന്നിലൂടെ ഈ വീട്ടിലേക്ക് നെഞ്ചു വിരിച്ച് കയറി വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് സന്ദീപ് ആതിരയോട് പറയുന്നു. ആതിര അത് കേട്ടതും സന്ദീപിനോട് ചോദിച്ചു, സന്ദീപ് എന്താ ഈ പറയുന്നത്? അച്ഛന്റെ സന്തോഷമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അച്ഛന്റെ മനസ്സ് വേദനിക്കാതെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോ, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ നമ്മുടെ മാത്രമല്ല സച്ചിയേട്ടന്റെയും അർച്ചനേച്ചിയുടെയും അച്ചുയേച്ചിയുടെയും കൂടി ജീവിതം കൂടിയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നത് ശരിയല്ല സന്ദീപ്. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ്, ഒരു കാര്യം സന്ദീപ് മനസ്സിലാക്കണം. സ്നേഹ നിങ്ങളുടെ കൂടപ്പിറപ്പാണ്. നിങ്ങളെ പോലെ തന്നെ ഈ വീട്ടിൽ വരാനും ഈ വീട്ടിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും അവകാശമുള്ളവൾ. ആ നിലയ്ക്ക് അവളുടെ ഇവിടേക്കുള്ള വരവ് തടയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്ന് സന്ദീപിനോട് ആതിര അറിയിച്ചു.
അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, അവൾ വന്നോട്ടെ, അവൾ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്, അവൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വരാം. അതിനെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ അവനൊരു ചതിയനാണ്. അവനെ ഈ വീട്ടിൽ കയറാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല. അതിനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി എന്ന് സന്ദീപ് അറിയിച്ചു. ഇതെല്ലാം കേട്ടതും ആതിര പറഞ്ഞു, സന്ദീപ്, എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ ചടങ്ങ് നടക്കുമ്പോൾ അത് അലങ്കോലമാക്കാൻ സന്ദീപായിട്ട് ഒരു അവസരം ഒരുക്കരുത്. എന്റെ ഒരു അപേക്ഷയാണ്. അവരെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ദേവിയര് അവരെ അപമാനിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും പെങ്ങൾ എന്നത് ശരി തന്നെയാണ്. സ്നേഹ നിങ്ങളുടെ സഹോദരി തന്നെയാ. പക്ഷെ അതോടൊപ്പം തന്നെ സ്നേഹ ഒരു വ്യക്തിയാണ്. അവൾക്ക് അവളുടേതായ തീരുമാനങ്ങൾ, അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് അവളുടേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ആ നിലയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ അവളെയും അവളുടെ ഭർത്താവിനെയും അകറ്റി നിർത്തുന്നത് ശരിയല്ല. ഇന്നലെ വരെ ധനുഷ് ആരായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ കണക്കിലെടുക്കണ്ട. പക്ഷെ ഇപ്പോ ധനുഷ് സ്നേഹയുടെ ഭർത്താവാണ്. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ധനുഷിനെ ഈ വീട്ടിലേക്ക് കയറുന്നതിൽ നിന്ന് വിലക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് അച്ഛൻ ചെന്ന് ക്ഷണിച്ചിരിക്കുന്ന കാര്യമാണ്. അച്ഛനാണ് അവരെ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോ അച്ഛൻ ക്ഷണിച്ചു വരുത്തിയ ആളുകളെ അപമാനിച്ച് പറഞ്ഞയക്കുന്നത് അത് അച്ഛന് തന്നെ ഒരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. ദേവിയര്, സന്ദീപ് അങ്ങനെ ഒരു പ്രവൃത്തി നടത്തരുത്, ഇതിന്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞ് ആതിര അവിടെ നിന്ന് പോകുമ്പോൾ സന്ദീപ് ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. നാളത്തെ ചടങ്ങിൽ അവർ പങ്കെടുത്താൽ അത് ശരിയാവില്ലെന്നും അത് താൻ അനുവദിക്കില്ല എന്നും സന്ദീപ് ഉറപ്പിച്ചിരുന്നെങ്കിലും ആതിരയുടെ വാക്കുകൾ കേട്ട് ആതിരയെ എതിർക്കാൻ കഴിയാതെ ആകെ വിഷമത്തോടെ സന്ദീപ് നിൽക്കുന്നു. പിന്നീട് കാണുന്നത് സേതുമാധവൻ രാത്രിയിൽ നെല്ലിശ്ശേരിയുടെ പൂമുഖത്ത് തനിച്ച് അങ്ങനെ ഇരിക്കുമ്പോ അവിടേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ വരുന്ന ഒച്ച കേട്ടുകൊണ്ട് ആ കിച്ചണിലായിരുന്ന അർച്ചന ആരാണ് വന്നതെന്നറിയാനായി വേഗം വാതിക്കലേക്ക് ഓടിയെത്തി. അപ്പോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന ധ്യാനതമാഷിനെയും കമലയെയും കണ്ട് സേതുമാധവനും അർച്ചനയും വളരെയേറെ സന്തോഷിച്ചു. അർച്ചന അച്ഛനും അമ്മയും എന്ന സന്തോഷത്തോടെ പറയുമ്പോ സേതുമാധവൻ, മാഷും കമലയോ എന്താ വിശേഷിച്ച എന്ന്, എന്തായാലും നിങ്ങള് ഇന്ന് രാത്രിയിൽ ഇത്രയും വലിയൊരു വിശേഷമാണ് നടക്കുമ്പോൾ തലേ ദിവസം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി നിങ്ങൾ ഇവിടേക്ക് എത്തുമെന്ന് ഒട്ടും ഞാൻ കരുതിയില്ല. എന്തായാലും ഒത്തിരി സന്തോഷമായി എന്ന് സേതുമാധവൻ പറഞ്ഞു. ഇത് കേട്ടതും ഉടനെ ധ്യാനതമാഷ് പറഞ്ഞു, അത് പിന്നെ സേതു, ഞങ്ങൾ വന്നത് ഇവിടുത്തെ ചടങ്ങിൽ പങ്കുകൊള്ളാൻ ആണ് എന്ന് ശരി തന്നെയാണ്. പക്ഷെ നാളെ ഞങ്ങൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കാൻ അതിരാവിലെ തന്നെ ഇവിടേക്ക് എത്തിയേക്കാം. പക്ഷെ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യത്തിനാണ് എന്നറിയിച്ചു. വാതുക്കൽ ആരൊക്കെ സംസാരിക്കുന്നു എന്ന് കേട്ട് അവന്തിക ആ വാതുക്കലേക്ക് വന്നെത്തി. ഈ സമയത്ത് എന്താ സംഭവം എന്നറിയാനായി അവന്തിക അവിടെ നിന്ന് ശ്രദ്ധയോടെ നോക്കുമ്പോ കമലയെടുത്തിയും ധ്യാനതമാഷും കൂടി വന്നത് എന്തിനാണെന്ന് അവർ പറയുന്നു. കമലെ അതിങ്ങെടുക്ക എന്ന് പറഞ്ഞതും കമലയെടുത്തി തന്റെ കയ്യിലിരുന്ന കവറിൽ നിന്ന് ആ പൊതി കയ്യിലെടുത്ത് അത് ധ്യാനതമാഷിന് നൽകി. ധ്യാനതമാഷ് അത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഇത് മൂകാംബികയിൽ നിന്ന് പൂജിച്ച് എടുത്തതാണ്. മൂകാംബികയിൽ നിന്ന് പൂജിച്ചെടുത്ത സാധനമാണിത്. മൂകാംബികയിലെ ദേവിയുടെ അനുഗ്രഹമുള്ള ലോക്കറ്റുകൾ. അത് കുട്ടികൾക്ക് രണ്ടുപേർക്കും വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്. ഈ 2 സ്വർണ്ണ ലോക്കറ്റുകൾ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഭാവിക്കുമൊക്കെ ഗുണകരമാകും. അവരുടെ ജീവൻ ആപത്തുണ്ടാകാതെ അവരെ എന്നും സുരക്ഷിതരായി ഈ ലോക്കറ്റുകൾ സംരക്ഷിച്ചോളും, ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവന്തിക പിന്നിൽ നിൽക്കുമ്പോൾ അവന്തിക മനസ്സുകൊണ്ട് പറഞ്ഞു, അത് ശരി, അങ്ങനെ ഒരു സംരക്ഷണം ദേവി കൊടുക്കാനോ? അത് ഈ അവന്തിക ഇവിടെ ഉള്ളപ്പോൾ അനുവദിക്കില്ല. ഈ അവന്തിക തീരുമാനിക്കും ആ കുട്ടികളുടെ ജീവന് എന്ത് ചെയ്യണമെന്ന്, ആ കുട്ടികളുടെ ജീവൻ ഏത് രീതിയിൽ പോകണമെന്നും ഈ അവന്തികയാണ് തീരുമാനിക്കുന്നതെന്ന് അവന്തിക മനസ്സിൽ പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്ന സേതുമാധവൻ ചോദിച്ചു, അല്ല ഇന്നിപ്പോ ഇതുമായിട്ട് പിന്നെ എന്തിനാ മാഷെ ഇങ്ങി പോകുന്നത്? മാഷ് രാവിലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വരുമ്പോ ഇത് കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അർച്ചനയും ചോദിച്ചു, അതെ, അതാ ഞാനും ചോദിക്കുന്നത്. അച്ഛനും അമ്മയും രാവിലെയാ വരുന്നതെങ്കിൽ അപ്പൊ കൊണ്ടുവന്നാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാ ഇതിപ്പോ എടുത്തോണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോ അത് കേട്ട് നിന്ന ദയാനന്ദ മാഷ് പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റി. ഞങ്ങൾ ഈ ലോക്കറ്റ് എടുത്തപ്പോ ഈ ലോക്കറ്റിന് വേണ്ടി പറഞ്ഞപ്പോ സത്യത്തിൽ ആമണിമോളുടെ കാര്യം ഞങ്ങൾ മറന്നുപോയി. മോള് ഇന്ന് ഇത് ലോക്കറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ മോൾക്ക് ഇതുപോലൊരെണ്ണം വേണമെന്ന് പറഞ്ഞ ഭയങ്കര വാശി. അവൾ ഈ മാലയും പിടിച്ച് ബഹളമായിരുന്നു. ഇത്രയും നേരം ഇതും കയ്യിൽ വെച്ചുകൊണ്ട് വല്ലാത്ത കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇതുമായിട്ട് ഇവിടേക്ക് വന്നത്. ഈ ലോക്കറ്റ് കാണുമ്പോൾ അത് മോൾക്ക് വല്ലാത്ത വിഷമാവും. ആവണിമോൾക്ക് വേണ്ട മാലയ്ക്ക് ഞങ്ങൾ വേണ്ട പരിഹാരം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അത് 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുകയും ചെയ്യും.
പക്ഷെ ഇത് അവിടെ ഇരിക്കും തോറും മോളുടെ വിഷമം കൂടി വരികയാണ്. ഇത് കേട്ടതും സ്നേഹ അർച്ചന ചോദിച്ചു, അത് മോശമായി പോയല്ലോ അച്ഛാ. എന്തായാലും നമ്മുടെ കുടുംബത്തെ ആദ്യം ഉണ്ടായ കുഞ്ഞല്ലേ, അപ്പൊ അവളെ മറക്കുന്നത് ശരിയായിരുന്നു അച്ഛാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു, അത് ശരിയല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ സംഭവിച്ചു പോയി, അതിനുള്ള പരിഹാരവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വീട്ടിലിരുന്ന മോൾക്ക് വല്ലാത്ത വിഷമാവും. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് ഇവിടേക്ക് കൊണ്ട് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ തന്നെ ഇതുമായിട്ട് ഇവിടേക്ക് വന്നത്. എന്തായാലും നാളെ തന്നെ ഞങ്ങൾ വരും. നാളെ രാവിലെ തന്നെ ആവണി മോളെയും കൂട്ടി ഞാനും എല്ലാവരും ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അമ്മേ അത് പിന്നെ ഇപ്പൊ പോകത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഉടനെ സേതുമാധവൻ പറഞ്ഞു, മോൾ എന്തായാലും കാര്യം ചെയ്യേ, ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കേ എന്ന് പറഞ്ഞതും, എന്നാ ശരി അമ്മേ, ഞാൻ ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. അച്ഛനും അമ്മയും ഇപ്പൊ പോവില്ലല്ലോ, ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകൂ എന്ന് പറഞ്ഞു. ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, മോളെ നിനക്കറിയാവുന്നതല്ലേ, ഞങ്ങൾ അവിടെ ചെല്ലാതെ ഒരു കാരണവശാലും അനൂപം മീരയും ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ പോയി കഴിച്ചോളാം. മോള് ഒന്നും വിചാരിക്കരുത്, അവര് ഞങ്ങളെ കാത്തിരിക്കും. അപ്പോ ഞങ്ങൾ വരട്ടെ, നാളെ അതിരാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവർ അവിടുന്ന് പോന്നു. ഇത് കേട്ടതും സേതുമാധവൻ, എന്നാ ശരി, അങ്ങനെയാണ് മാഷിന് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സേതുമാധവനും പറഞ്ഞു. അവർ പോയതിനു ശേഷം സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു, മോളെ ഇപ്പൊ കണ്ടോ, എനിക്ക് ഒരു കാര്യം ഉറപ്പായി. മോളുടെ അച്ഛനമ്മമാരുടെ സന്തോഷം കണ്ടോ, മോൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ അതേ സന്തോഷം തന്നെയാണ് അച്ഛന്റെ മനസ്സിലും ഇപ്പോ എന്ന് സേതുമാധവൻ അർച്ചനയോട് അറിയിച്ചു. അർച്ചന അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട്, എന്നാ അച്ഛാ ഞാനിത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് അത് വയ്ക്കാനായി അർച്ചന പോകുന്നു. ഈ സമയത്ത് ഇതെല്ലാം കണ്ടു എന്ന് അവന്തിക പറഞ്ഞു, ശരി, നീ ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചോ, പക്ഷെ ഒരു കാരണവശാലും ഇത് നിന്റെ മക്കൾക്ക് ഒരു ആയുസിനും ബലം നൽകില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് മാറുന്നു. പിന്നീട് കാണുന്നത് ധനുഷും സ്നേഹയും കൂടി നാളെ അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. സ്നേഹയോട് ധനുഷ് പറഞ്ഞു, എന്തായാലും അച്ഛൻ വന്ന് നമ്മളെ ക്ഷണിക്കുമെന്ന് ഞാനൊട്ടും കരുതിയതല്ല. അത് കേട്ടതും സ്നേഹ പറഞ്ഞു, അച്ഛന് വന്ന് ക്ഷണിക്കാതിരിക്കാനാവില്ല, കാരണം അച്ഛന് അത്രത്തോളം നമ്മളെ ഇഷ്ടമാണല്ലോ. ഇത് കേട്ടതും സ്നേഹയോട് ധനുഷ് പറഞ്ഞു, ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സ്നേഹ, അച്ഛന് തന്നെ അത്രത്തോളം ഇഷ്ടമാണ്. ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മകൾക്ക് വേണ്ടി അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും. അതുകൊണ്ട് താൻ ഒരു കാരണവശാലും പോകാതിരിക്കരുത്, ഈ ചടങ്ങിൽ താൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ അതെല്ലാം കേട്ട് നിന്ന സ്നേഹ ചോദിച്ചു, ധനുഷ് ഞാൻ മാത്രമായിട്ട് ഒരു കാരണവശാലും പോകില്ല. സേതുമാധവന്റെ ക്ഷണം അനുസരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ധനുഷ് സ്നേഹയോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ പറഞ്ഞു, എന്തായാലും അച്ഛൻ വന്ന് ക്ഷണിച്ച സ്ഥിതിക്ക് അവിടേക്ക് പോകാം, പക്ഷേ എന്താണ് അവിടെ മറ്റുള്ളവരുടെ പ്രതികരണമെന്ന് ഒന്ന് കണ്ടറിയേണ്ടി വരും എന്ന് സ്നേഹ അറിയിച്ചു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ധനുഷ് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, തന്നോടുള്ള സ്നേഹം അത് എൻ്റെ മനസ്സിൽ വല്ലാതെ ആഴത്തിലുള്ളത് കൊണ്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് വേണ്ടി തലകുനിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ധനുഷ് സ്നേഹയോട് പറഞ്ഞു. തന്നെ സ്നേഹിച്ച് ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കണം, മരണം വരെ തൻ്റെ ഈ സ്നേഹത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് തന്നെ അത്രത്തോളം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് തന്നെ ഞാൻ സ്നേഹിക്കുന്നത് എന്നൊക്കെ ധനുഷ് സ്നേഹയോട് അറിയിക്കുന്നു. എല്ലാം കേട്ട് സ്നേഹ സന്തോഷത്തോടുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കോള് കണ്ടതും സ്നേഹ ചോദിച്ചു, ആരാ ധനുഷ് ഈ സമയത്ത്? എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ധനുഷ് കോൾ എടുക്കുമ്പോൾ ഹലോ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വേഗം ഫോണുമായി ധനുഷ് പുറത്തേക്ക് ഇറങ്ങി. ഇത് കേട്ട് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ സ്നേഹയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അളവായിരുന്നു അതെന്ന് അറിയാവുന്നത് കൊണ്ട് പുറത്തിറങ്ങിയ ഉടൻ തന്നെ അവന്തിക ധനുഷിനോട് ചോദിച്ചു, അതെ, അങ്ങനെ നീ നിന്റെ ആഗ്രഹം സഫലമാക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ചോറൂണ് മാത്രമല്ല, നിന്റെ പടിയേറ്റ് കൂടിയാണ് അല്ലേ ധനുഷ് എന്ന് അവന്തിക ധനുഷിനോട് ചോദിച്ചു. ഇത് കേട്ടും ധനുഷ് പറഞ്ഞു, അങ്ങനെ ആ ഒരു കാര്യം സാധ്യമാവുന്നു, ഞാൻ നെല്ലിശ്ശേരിയുടെ പടി കയറാൻ പോകുന്നു എന്ന് അവന്തികയോട് ധനുഷ് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ധനുഷിനോട് അവന്തിക പറഞ്ഞു, എന്നാൽ അത് മാത്രമല്ല നാളെ സംഭവിക്കുക, നാളെ മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ടാവും. നാളത്തെ നിന്റെ ഈ പടിയേറ്റ് അതിനൊരു ബോംബിടണ്ടേ എന്ന് ചോദിച്ചപ്പോ അവന്തികയോട് ധനുഷ് പറഞ്ഞു, വേണ്ട അവന്തികെ, നീ ഇപ്പോ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട, ആദ്യം ഞാൻ ആ വീട്ടിലേക്ക് ഒന്ന് കയറി കൂടട്ടെ, അതിനുശേഷം മാത്രം മതി എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, പറ്റില്ല ധനുഷ്, നീ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട, നിന്റെ ഈ വരവ് അത്
ഒരു ആഘോഷമാക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി ഒരു ബോംബ് റെഡിയാക്കിയിട്ടുണ്ട്. നീ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇവിടെ മറ്റൊരു ചടങ്ങുണ്ടാവും. ആ കുട്ടികളുടെ മരണം, ആ ജീവൻ ഈ നാട്, ഈ ലോകം വിട്ട് പറക്കും. ഇത് കേട്ടതും ഉടനെ ധനുഷ് പറഞ്ഞു, അവന്തികെ വേണ്ട, മുൻപ് നടന്ന നമ്മുടെ പ്ലാനുകൾ പോലെയല്ല ഇത്. അതുകൊണ്ട് മുമ്പത്തെ അനുഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കുട്ടികളെ വെച്ചുള്ള ഒരു പരീക്ഷണത്തിന് നീ തയ്യാറാകരുത്. ആ കുട്ടികളെ ഉപദ്രവിക്കാൻ നീ ശ്രമിക്കരുത് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഇല്ല ധനുഷ്, നിനക്ക് മാത്രമേ പേടിയുള്ളൂ. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഭയവുമില്ല. ഇത് ഈ അവന്തികയുടെ നീക്കമാണ്, അവന്തികയുടെ പ്ലാനിങ് ആണ്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെക്കുന്നു. പിന്നീട് പിറ്റേന്ന് അർച്ചനയും ആതിരയും കുട്ടികളെയും കൂട്ടി അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അവിടെ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടികളെയും കൊണ്ട് തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ആ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ശിവരാമനെ അർച്ചന കാണാനിടയാകുന്നത്. ചുണ്ടത്ത് ഒരു സിഗരറ്റും കത്തിച്ച് അങ്ങനെ ശിവരാമൻ നിൽക്കുന്നത് കണ്ട് അർച്ചന ഭയന്നു. തന്റെ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കാനായിട്ടുള്ള ശിവരാമന്റെ വരവായിരിക്കുമോ എന്നുള്ള ആശങ്ക അർച്ചനയുടെ മനസ്സിനലട്ടി. സച്ചിയോട് അർച്ചന പറഞ്ഞു, ശിവരാമേട്ടനെ ഇവിടെ കണ്ടു. ശിവരാമേട്ടൻ ഇനി എന്റെ മോളെ കൊണ്ടുപോകുമോ എന്നൊരു ഭയം അർച്ചന ശിവരാമന്റെ ആ വരവിനെ കുറിച്ച് ആശങ്കയോടെ സച്ചിയോട് പങ്കുവച്ചു. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നിയമപരമായി കുട്ടി നമ്മളുടേതാണ്. മാത്രവുമല്ല, അയാൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആളാണ്. ആ നിലയ്ക്ക് അയാൾ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. പോലീസ് കണ്ടാൽ അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതോർത്ത് താൻ പേടിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയാൽ അതിന് നിയമപരമായി തന്നെ നമുക്ക് നേരിടാൻ കഴിയും എന്ന് അർച്ചനയെ സച്ചി സമാധാനപ്പെടുത്തണം. അതിനുശേഷം നെല്ലിശ്ശേരിയിലെ ചടങ്ങ് നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താനായിട്ടുള്ള നീക്കം അവന്തിക നടപ്പിലാക്കുന്നു. കുട്ടികളുടെ കഴുത്തിൽ അണിയിക്കാനായി ആ ലോക്കറ്റും മാലയുമായിട്ട് അർച്ചന രണ്ട് കുഞ്ഞുങ്ങളുടെയും അരികിലേക്ക് നടന്നെടുക്കുമ്പോൾ അവന്തിക തന്റെ മനസ്സിലെ ആ ദുഷ്ടചിന്ത അത് ഫലം കാണാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നു.